രണ്ടാമതായി അദ്ദേഹം എടുത്തു കൊടുത്തിട്ടുള്ളത് ഇജ്റാ ഉന്നഹർ, പുഴ വെട്ടുക എന്നുള്ളതാണ്, നദി വെട്ടുക എന്നുള്ളതാണ്. ആ ഹദീസിൽ വന്നിട്ടുള്ള കാര്യമാണല്ലോ, ഇന്നമിമാ യൽഹഖുൽ മുഅ്മിൻ മിൻ അമലിഹി വഹസനാതിഹി ബഅദ മൗതിഹി, മനുഷ്യന്റെ മരണശേഷം അവനിലേക്ക് വന്നു ചേരുന്ന സൽക്കർമ്മങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഔ നഹറൻ അജ്റാഹു, അവൻ വെട്ടിത്തെളിച്ച ഒരു പുഴ എന്ന് വന്നിട്ടുണ്ട്. ഔ ഖറാ നഹറൻ എന്ന് മറ്റൊരു ഹദീസിൽ വന്നിട്ടുണ്ട്. എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? ഇപ്പോൾ വലിയൊരു ജലാശയത്തിൽ നിന്നും ഒരു ഗ്രാമത്തിലേക്ക് വേണ്ടതായ കൃഷിക്കോ മറ്റോ ഒക്കെയുള്ള വെള്ളം ഒരാൾ ആ ഭാഗത്തേക്ക് അതിനു വേണ്ടി ഒരു കനാലുണ്ടാക്കി കൊടുക്കുകയാണ്. ഇനി ഈ കാലഘട്ടത്തിലാണെങ്കിൽ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ പൈപ്പിലാണ് പലപ്പോഴും കാര്യങ്ങൾ എത്തുന്നത്. ഒരാൾ ഒരു നാട്ടിൽ വെള്ളം എത്തുന്നില്ല, അവർക്ക് ഒരുപാട് ദൂര സ്ഥലങ്ങളിൽ പോയിട്ട് വേണം വെള്ളം ശേഖരിക്കാൻ. കൃഷിക്ക് വേണ്ട വെള്ളം, കുടിക്കാനുള്ള വെള്ളമൊക്കെ വളരെയധികം ദൂരെ പോയി കൊണ്ടുവരേണ്ട ഒരു കാര്യം അവർക്കുണ്ട് എങ്കിൽ ആളുകൾക്ക് അതിനു വേണ്ട സംവിധാനങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്, അത് ഈ കാലഘട്ടത്തിൽ നമുക്കിങ്ങനെയുള്ള പൈപ്പിംഗ് സിസ്റ്റവും മറ്റുമൊക്കെ ഉള്ളത് കൊണ്ട് വളരെ എളുപ്പമുള്ളൊരു കാര്യം കൂടിയാണ്. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ പ്രതിഫലം പറഞ്ഞിട്ടുണ്ട്. ഇത് സാമ്പത്തികമായി കഴിവുള്ള ആളുകളൊക്കെ ബുദ്ധിപരമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ചില ആളുകൾ ചെയ്തത് അങ്ങനെയുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചില ആളുകൾ ആഫ്രിക്ക പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ പോയി വലിയ കച്ചവടക്കാരായ ആളുകളാണ്, സലഫികളായ ആളുകളാണ്, അൽഹംദുലില്ലാ. അവരത്തരം ഗ്രാമങ്ങളിൽ പോയി വെള്ളമെത്താത്ത ചില ഗ്രാമങ്ങളെ കണ്ടുപിടിക്കുകയും അവർക്ക് ഒരുപാട് കിലോമീറ്ററുകൾ നടന്നു പോകണം വെള്ളത്തിന് വേണ്ടി പോകാൻ. ആ ഭാഗത്തേക്ക് വലിയ ടാങ്കുകൾ ഉണ്ടാക്കി, പൈപ്പുകൾ ഉണ്ടാക്കി അവർക്ക് എളുപ്പം ചെയ്തു കൊടുത്തു. എത്ര കാലം അത് നിലനിൽക്കുന്നു? ആ വെള്ളം കൊണ്ട്, സഹോദരങ്ങൾ, വെള്ളത്തിന്റെ കാര്യം നിസ്സാരമല്ല. വെള്ളം കൊണ്ടാണ് ജീവൻ നിലനിൽക്കുന്നത്. വെള്ളം കൊണ്ടാണ് ഒരുപാട് ഉപകാരങ്ങൾ മനുഷ്യന് ലഭിക്കുന്നത്. അപ്പൊ എത്രത്തോളം ഉപകാരം അത് ലഭിക്കുമെന്നുള്ളത് നമുക്ക് തന്നെ അറിയാൻ സാധിക്കുകയില്ല. വെള്ളം കൊണ്ടാണ് മനുഷ്യന്റെ ജീവൻ നിലനിർത്താൻ അള്ളാഹു സബബാക്കിയത്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ ഇത് ആവശ്യമുള്ള കാര്യമാണ്. ഒരുപാട് കാര്യങ്ങൾക്ക്, തഹാറത്തിനും മറ്റുമൊക്കെ, വുളൂവിനും മറ്റുമൊക്കെ ഉപയോഗിക്കപ്പെടുന്ന കാര്യമാണ് വെള്ളം എന്ന് പറയുന്നത്. വെള്ളത്തിന് വലിയ പ്രതിഫലമുണ്ട്. അത് നമ്മൾ അങ്ങനെ എത്തിച്ചു കൊടുത്താൽ ഒരുപാട് ആളുകൾക്ക് ഇതുകൊണ്ട് ഖൈർ ലഭിക്കുന്നതാണ്. നമ്മൾ അറിയുകയില്ല പിൽക്കാലത്ത് അത് പിന്നീട് എത്ര ആളുകളിലേക്ക് ഉപയോഗമെത്തും എന്ന് നമുക്കറിയുകയില്ല. നമ്മളൊന്ന് തുടങ്ങി വെച്ചതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ അതിന് വലിയ ഉപകാരമുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞ, അതിനോടൊപ്പം പറഞ്ഞ കാര്യമാണത്. നമുക്ക് കൂളറുകളും മറ്റും, ആളുകൾക്ക് ദാഹജലത്തിന് വേണ്ടി കൂളറുകളും മറ്റുമൊക്കെ വെച്ചു കൊടുക്കുക എന്നുള്ളത് ഇതിൽ പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആളുകൾക്ക് ഇല്ലാത്ത, വെള്ളമെത്താത്ത സ്ഥലത്ത് ഇത്തരത്തിൽ പൈപ്പ് കണക്ഷൻ കൊണ്ടുവച്ച് ഒരു കൂളർ വെച്ചു കൊടുക്കുക. ദാഹം ശമിക്കാൻ ആളുകൾക്ക് അത് ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, വഇഫ്റാഗുക മിൻ ദൽബിക ഫീ ദൽബി അഖീക ലഹു ലക സദഖ, നീ നിന്റെ കുടത്തിൽ നിന്നും നിന്റെ സഹോദരന്റെ കുടത്തിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നുള്ളത് നിനക്ക് സദഖയായിട്ട് പരിഗണിക്കപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രയൊന്നും പ്രയാസമെന്നില്ല. അന്നൊരാൾ കഷ്ടപ്പെട്ട് വലിയ കുടത്തിൽ വെള്ളം കൊണ്ടുവരുന്ന സമയത്ത് വെള്ളമില്ലാതെ ഇരിക്കുന്ന ഒരുവൻ അവന്റെ കാലി കുടത്തിലേക്ക് കുറച്ച് വെള്ളം നീ ഒഴിച്ചു കൊടുത്താൽ അത് സദഖയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അല്ല, ഏറ്റവും അഫ്ളലായ ശ്രേഷ്ഠതയുള്ള സദഖയായി പറഞ്ഞത് സഖിയുൽ മാ, വെള്ളം കുടിപ്പിക്കുക എന്നുള്ളതാണ്. ആളുകൾക്ക് വെള്ളം കൊടുക്കുക. വെള്ളമെത്താത്തടുത്ത് വെള്ളം ആവശ്യമുള്ള ആളുകൾക്കൊക്കെ അതിന്റെ സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സലഫികൾക്ക് പറഞ്ഞതല്ല എന്ന് ആരും വിചാരിക്കരുത്. അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് ഇതിനൊക്കെ മുൻനിരയിൽ ഉണ്ടാകേണ്ടത് എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു പോകാൻ പാടില്ല. ചിലപ്പോൾ അത്തരത്തിലുള്ള ചില പ്രസ്ഥാനങ്ങൾക്കൊക്കെ അവരുടെ പ്രസ്ഥാനത്തിന്റെ മുഖമുദ്ര നന്നാക്കാൻ ചിലപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ, സാമൂഹ്യ ക്ഷേമ വകുപ്പിലൊക്കെ അവർ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മുന്നിട്ടിറങ്ങുക എന്നുള്ളത് ഒരുപക്ഷെ അവരുടെ ആവശ്യമായേക്കാം. പക്ഷെ നമ്മുടെ ആവശ്യം അങ്ങനെയല്ല. നമ്മുടെ ആവശ്യം അല്ലാഹു തആലയുടെ അടുക്കൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ തുടങ്ങി വെച്ചാൽ ഖബറിലും എനിക്ക് ആരൊക്കെ വെള്ളം ഉപയോഗിക്കുന്നുവോ അപ്പോഴൊക്കെ എനിക്ക് പ്രതിഫലം കിട്ടും എന്നുള്ള ചിന്തയാണ്. അതിനുവേണ്ടി സഹോദരങ്ങളെ നമ്മൾ മുന്നിട്ടിറങ്ങുക, സാധിക്കുന്ന ആളുകൾ. മൂന്നാമത്തെ കാര്യം ഹഫറുൽ ആബാർ, കിണർ കുഴിക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹഫറ ബിഅറൻ, ആരെങ്കിലും ഒരു കിണർ കുഴിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ കാര്യത്തിനോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന കാര്യമാണ്. കാരണം കിണറിൽ നിന്ന് വെള്ളം തന്നെയാണ് വരുന്നത്. അല്ല, കിണറിലുള്ള വെള്ളം ഒരുപക്ഷെ ഒരുപാട് കാലത്തേക്ക് നിലനിന്നേക്കാം, നൂറുകണക്കിന് വർഷങ്ങളിലേക്ക് അത് നിലനിന്നേക്കാം. ആ വെള്ളം കൊണ്ട് ഒരുപാട് ആളുകൾ അവരുടെ ദാഹം മാറ്റിയേക്കാം. ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ഖൈറുകൾ അതുകൊണ്ട് ലഭിച്ചേക്കാം. നിങ്ങൾക്കറിയാവുന്ന ഒരു ഹദീസാണെന്ന് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വ്യക്തി ബൈനമാ റജുലുൻ ബിതരീഖിൻ ഇഷ്തദ്ദ അലൈഹിൽ അതശ്, നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. ഒരു വ്യക്തി, അയാൾക്ക് കടുത്ത ദാഹം അനുഭവപ്പെട്ടു. അങ്ങനെ വഴിയിലൂടെ പോകുമ്പോൾ ഫവജദ ബിറ, അയാൾ ഒരു കിണർ കണ്ടെത്തുകയാണ്. ആരാണ് കിണർ കുഴിച്ചത് എന്ന് പറഞ്ഞിട്ടില്ല. അയാൾ ആ കിണർ കണ്ടെത്തി. ഫനസല ഫീഹാ ഫശരിബ്, അതിലേക്ക് ഇറങ്ങി അയാൾ വെള്ളം കുടിച്ചു. ഭയങ്കര ദാഹമുള്ള ഒരു സമയത്താണ് അയാൾ നടക്കുന്നത്. കിണർ കാണുകയും അതിലേക്ക് ഇറങ്ങി അയാൾ വെള്ളം കുടിച്ചു. സുമ്മ ഖറജ, അയാൾ പുറത്തു വന്നു. ഫൈദാ കൽബുൻ യൽഹസ്, ഒരു നായ ഇങ്ങനെ നാവിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. യഅകുലു ഥറ മിനൽ അതശ്,
അതിന് ദാഹം കൂടിയപ്പോൾ അതിങ്ങനെ മണ്ണിങ്ങനെ തപ്പി നടക്കുകയാണ്. നാവ് മണ്ണിനെ മുട്ടിച്ച് നടക്കുക, അങ്ങേയറ്റം ദാഹം കൊണ്ടാണ്. ഫഖാല റജുൽ, അയാൾ തന്നോട് തന്നെ പറഞ്ഞു, ലഖദ് ബലഗ ഹാദൽ കൽബ മിനൽ അശ്മിസു അല്ലദി കാന ബലഗ മിന്നി. എനിക്ക് നേരത്തെ ഉണ്ടായ ആ ശക്തമായ ദാഹത്തെക്കുറിച്ച് അയാൾ ചിന്തിച്ചിട്ട് പറഞ്ഞു, എനിക്ക് അനുഭവപ്പെട്ട അതേ ദാഹമാണല്ലോ ഈ നായക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവുക. ഇത് ചിന്തിച്ചു. ഫനസലൽ ബിഅർ, അയാൾ വീണ്ടും കഷ്ടപ്പെട്ട് കിണറിലേക്ക് ഇറങ്ങി. ഫമല ഖുഫഹു മാഅ, തന്റെ ഖുഫയിൽ വെള്ളം നിറച്ചു. സുമ അംസകഹു ബിഫീഹി ഹത്താ റഖിയ, തന്റെ വായ കൊണ്ട് അത് കടിച്ചു പിടിച്ചിട്ട് അവൻ മുകളിലേക്ക് പടി ചവിട്ടി കയറി. ഫസഖൽ കൽബ്, ആ നായ വെള്ളം കുടിപ്പിച്ചു. ഫശകറല്ലാഹു ലഹു ഫഗഫറ ലഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നന്ദി കാണിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അമൽ അല്ലാഹു സ്വീകരിച്ചു. അല്ലാഹു അവന്റെ പാപങ്ങൾ പുറത്തു കൊടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിച്ചു എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് വ ഇന്ന ലനാ ഫിൽ ബഹായിമിൽ അജ്റ, ഈ ഇങ്ങനെയുള്ള മൃഗങ്ങൾക്കൊക്കെ ഉപകാരം ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് പ്രതിഫലമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫീ കുല്ലി കബിദി റത്ബത്തിൻ അജ്ർ, പച്ചക്കറിയുള്ള എല്ലാത്തിനും നിങ്ങൾ ഉപകാരം ചെയ്താൽ നിങ്ങൾക്ക് പ്രതിഫലമുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഈ വ്യക്തി ഇവിടെ കിണർ കുഴിച്ചിട്ടില്ല, കിണറിൽ ഇറങ്ങി വെള്ളം കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് കാരണമായ കിണർ കുഴിച്ച വ്യക്തിക്ക് എന്തുമാത്രം പ്രതിഫലമാണ് ലഭിക്കുക എന്നാണ് പണ്ഡിതന്മാർ ചോദിച്ചിട്ടുള്ളത്. ഇതൊരു മൃഗത്തിന് ലഭിച്ചപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പാപങ്ങൾ പുറത്തു. ഒരു മൃഗത്തിന് ലഭിച്ചപ്പോൾ, നജസായ ഒരു മൃഗമാണത്, ഐൻ നജസാണത്, കുളിപ്പിച്ചാൽ പോലും അത് വൃത്തിയാവുകയില്ല, നജസ് തന്നെ. അങ്ങനെയുള്ളൊരു പച്ചക്കറുള്ള ഒരു മൃഗത്തിന് വെള്ളം കുടിപ്പിച്ചപ്പോൾ ഇയാൾക്ക് സ്വർഗം ലഭിക്കാൻ കാരണമായിട്ടുണ്ടെങ്കിൽ, ഒരുപാട് മുസ്ലിമീങ്ങൾക്ക് ഉപകരിക്കുന്ന രൂപത്തിൽ ഒരു കിണർ ഒരാൾ കുത്തിക്കൊടുത്തു, ഒരു കിണറുണ്ടാക്കി കൊടുത്തു. ഒരു ഗ്രാമത്തിലാണ്, കിണറില്ല, കിണർ കുഴിക്കാനുള്ള പണം അവരുടെ കയ്യിലില്ല. കുറച്ചാളുകൾ തീരുമാനിച്ചു, നമുക്ക് പണം സ്വരൂപിച്ചുകൊണ്ട് ഒരു കിണറുണ്ടാക്കി കൊടുക്കാം. അങ്ങനെ കിണറുണ്ടാക്കി കൊടുത്തു. മുസ്ലിമീങ്ങളായ ആളുകൾ അതിൽ നിന്നും വെള്ളം കുടിച്ചാൽ സഹോദരങ്ങളെ എത്ര വലിയ പ്രതിഫലമായിരിക്കും നമുക്ക് ലഭിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ ഹഫറ മാഅൻ ലം യശ്റബ് മിൻഹു കബിദുൻ ഹറ മിൻ ജിന്നിൻ വലാ ഇൻസിൻ വലാ സബ്ഇൻ വലാ ത്വായിരിൻ ഇല്ല ആജറഹു അല്ലാഹു യൗമൽ ഖിയാമ. ആരെങ്കിലും ഒരു കിണർ കുഴിച്ചു, അങ്ങനെ പച്ചക്കറിലുള്ള ദാഹിക്കുന്നതായ ജിന്നാകട്ടെ, മനുഷ്യനാകട്ടെ, വന്യജീവികളാകട്ടെ, പറവകളാകട്ടെ, അവർ അതിൽ നിന്നും കുടിച്ചിട്ടുണ്ട് എങ്കിൽ, ദാഹമകറ്റിയിട്ടുണ്ടെങ്കിൽ, ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പ്രതിഫലം നൽകാതെയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ചില ആളുകൾക്ക് സമ്പത്ത് കൊണ്ട് അല്ലാഹു തആല അനുഗ്രഹിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ എളുപ്പമുള്ള കാര്യമായേക്കാം. നമ്മൾ ബുദ്ധിപൂർവ്വം നമ്മുടെ സമ്പത്തിന് ചെലവഴിക്കുക. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ കിണർ കുഴിക്കാൻ ചിലപ്പോൾ ചെറിയ പൈസ മതിയാകും. അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് പോയി കുഴിച്ചു കൊടുക്കുക. അവിടെ വെള്ളത്തിന് ആവശ്യം ഉണ്ടായേക്കാം. നമ്മളെ നാട് തന്നെ ചിന്തിക്കണ്ട, ചെറിയ സർക്കിൾ മാത്രം ചിന്തിക്കണ്ട. ചിലപ്പോൾ തമിഴ്നാട്ടിലേക്ക് നമുക്ക് ചിന്തിക്കാം, മറ്റുള്ള ഉത്തരേന്ത്യയിലുള്ള സ്ഥലത്തേക്ക് നമുക്ക് ചിന്തിക്കാം. പണം സാമ്പത്തികമായി കഴിവുള്ള ആളുകളുടെ എവിടെയാണുള്ളത് അവിടെ നമുക്ക് ചിന്തിക്കാം. നമുക്ക് ചിലപ്പോൾ ഒരാൾക്ക് പണം അയച്ചു കൊടുത്താൽ മതിയാകും. ഒരാൾ അവിടെ വക്കീലാക്കിയാൽ അയാളത് കൃത്യമായി ചെയ്യുകയാണെങ്കിൽ സഹോദരങ്ങളെ നമുക്ക് ഖബറിലേക്ക് കിട്ടുന്ന കാര്യമാണെന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മളത് ചെയ്യുക. അതുപോലെ മുസ്ലിമീങ്ങൾക്ക് ആവശ്യമുള്ള ഒരുപാട് നാടുകളുണ്ട്. നമ്മളെപ്പോഴും നമ്മുടെ ചുറ്റും മാത്രം നോക്കുമ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന, അല്ലെങ്കിൽ ഇവിടെ സർക്കാർ വക ഒരുപാട് റേഷനും മറ്റുമൊക്കെ ലഭിക്കുന്ന ഒരുപാട് ആളുകളെ കാണുമ്പോൾ ഇവിടെയുള്ള ആളുകൾക്കൊക്കെ എല്ലാം ഉണ്ട് എന്ന് ചിന്തിക്കരുത്. ഇവിടെയും ഇല്ലാത്ത ആളുകളുണ്ട്. അതല്ലാത്ത മറ്റു സംസ്ഥാനങ്ങളിലോ അല്ല രാജ്യങ്ങളിലൊക്കെ നോക്കുന്ന സമയത്ത് അവിടെയും ഇങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ സഹായിച്ചിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരു തൗഫീഖ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ ഖബറിലേക്ക് പ്രതിഫലം മുറിഞ്ഞു പോകാതെ അത് എത്താനുള്ളൊരു മാർഗം നിന്റെ മുന്നിൽ കാണിച്ചു എന്നൊന്ന് മനസ്സിലാക്കി പെട്ടെന്ന് അതിലേക്ക് മുന്നേറുക.